ഹലോ, വെൽക്കം ടു ഗ്രെയിൻസ് ആൻഡ് ഡയറ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ഹെൽത്തി ചമ്മന്തി ഉണ്ടാക്കുന്നതാണ്. ചട്നി ഉണ്ടാക്കുന്നതെന്നും പറയാം. ഇതൊരു പ്ലാന്റിൻ്റെ ലീവ്സ് വെച്ചാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ചമ്മന്തി ഉണ്ടാക്കാൻ എടുക്കുന്ന ലീവ്സ് എന്ന് പറയുന്നത് ക്യാരറ്റ് ലീവ്സ് വെച്ചാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പം ഏറ്റവും ഭയങ്കര നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ലീവ്സാണിത്, ക്യാരറ്റിൻ്റെ ലീവ്സ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ക്യാരറ്റിൻ്റെ ലീവ്സ് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് അത് കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ 1/2 കപ്പ് കോക്കനട്ട്, ചിരകിയ തേങ്ങ, 3-4 കഷ്ണം ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം പുളി, ഒരു ചെറിയ കഷ്ണം ജിഞ്ചർ, 1-2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പിലയും ഇടാം. ഇതെല്ലാം നമ്മൾ കൂട്ടി സാധാരണ മിക്സിയിൽ ചമ്മന്തി അരയ്ക്കുന്ന പോലെ അരച്ച് കൊണ്ടുവന്ന് വച്ചിരിക്കുന്നതാണിത്. അപ്പം നല്ല ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റാണിത്. ഇനി ബ്രെഡിനകത്തും നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ സാൻഡ്വിച്ചിനകത്തും പുരട്ടാൻ നല്ലതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് എന്നും ക്യാരറ്റ് കൊടുക്കാൻ നോക്കണം. ഏറ്റവും നല്ലതാണ് കുട്ടികൾക്ക് ക്യാരറ്റ് കൊടുക്കുന്നത്. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടെ നോക്കിയാലോ. ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ക്യാരറ്റ് ലീവ്സ് തന്നെ. പിന്നെ വിഷന്, ഈ ഐസൈറ്റിന് വളരെ നല്ലതാണ് ക്യാരറ്റിൻ്റെ ലീവ്സും. പിന്നെ നമ്മുടെ ബോഡിയിലെ ടോക്സിൻസൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വളരെ പ്രയോജനപ്പെടുന്നു. പിന്നെ ഈ ബ്ലഡ് പ്രഷറിന് വളരെ നല്ലത്, റെഗുലേറ്റ് ദി ബ്ലഡ് പ്രഷർ എന്നാണ് പറയുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോൺ ഡെൻസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നെന്ന് പറയുന്നു. പിന്നെ പിന്നെ വയറിനൊക്കെ വളരെ നല്ലത് ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെ ചമ്മന്തി അരച്ച് കഴിക്കുന്നത്. അത് ഡൈജഷന് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ ക്യാരറ്റ് ലീവ്സിൻ്റെ ചമ്മന്തി. അപ്പം ഈ ലീവ്സിൻ്റെ എല്ലാ ഗുണങ്ങളും ക്യാരറ്റിനകത്തുണ്ട്. ക്യാരറ്റിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ ഷോർട്ടാക്കി പറഞ്ഞതേ ഉള്ളൂ. അപ്പം നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്. ഐ ഹെൽത്തിന്, ഐസൈറ്റിനൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊന്നും ക്യാരറ്റ് കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഈ ചട്നി ആയിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ചമ്മന്തി ആയിട്ടുണ്ടാക്കാം. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ എന്നും ഒരു മിനിമം ആയിട്ടെങ്കിലും എപ്പോഴും ക്യാരറ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്തി ഈറ്റിംഗ് ഒരു ഹാബിറ്റ് നമ്മൾ വെക്കണം. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനമായിട്ടിരിക്കുക. ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ.